റബാത്തിലെ സ്റ്റേഡിയത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമും താണ്ടി അവർ ചാമ്പ്യന്മാരായി. എന്നിട്ട് സെനഗലിൻ്റെ ക്യാപ്റ്റൻ കൂലിബലി ആ കിരീടം കൊണ്ടുപോയി നേരെ കൊടുക്കുന്നത് സാദിയോ മാനയുടെ കയ്യിലേക്കാണ്. ഇദ്രിസ ഗാനാഗുയെ അദ്ദേഹത്തെ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അണിയിച്ചു. എന്നിട്ട് ആ കിരീടം ഉയർത്തുന്നത് സാദിയോ മാനയാണ്. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഐക്കോണിക്കായിട്ട് എന്നേക്കുമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ആ ചിത്രം. ഒരു ദുരന്തമായിട്ട് സെനഗലിന് മാറിയേനെ ഈ ആഫ്കോൺ ഫൈനൽ മത്സരം. 90 മിനിറ്റ് കഴിഞ്ഞ ശേഷം അവരടിച്ച ഗോള് റഫറി റൂൾഡ് ഔട്ട് ആക്കുന്നു. തെറ്റായ തീരുമാനം കഴിഞ്ഞില്ല. പിന്നാലെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു തീരുമാനം വഴി മൊറോക്കോക്ക് പെനാൽറ്റിയും കൊടുക്കുന്നു. വലിയ രൂപത്തിലുള്ള പ്രതിഷേധം പൊട്ടി ഒഴുകി. കോച്ച് പാപ്പെ തിയാവോ ടീമിനെ പിൻവലിക്കുന്നു. ടീമിനെ താരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കളി തുടരാൻ പ്രേരിപ്പിക്കേണ്ടതിന് പകരം തിയാവോ ടീമിനെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോരാട്ടങ്ങൾ ഏറെ കണ്ട ലെജൻഡ് മാനെ അദ്ദേഹം ടീമിനെ തിരികെ വിളിക്കുകയാണ്, ഗ്രൗണ്ടിലേക്ക് ഇറക്കുകയാണ്. അദ്ദേഹം വീണ്ടും ഇങ്ങനെ തിരികെ വിളിക്കുന്ന കാഴ്ച, നെഞ്ഞത്തടിച്ച് ആവേശത്തോടു കൂടി, ആ പാഷനോടുകൂടി തൻ്റെ സഹതാരങ്ങൾ അദ്ദേഹം തിരികെ വിളിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? ആ മനുഷ്യൻ ചിന്തിച്ചത് ഇപ്പോൾ ഇവിടെ ടീം ബഹിഷ്കരിച്ച് പോയാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. വേൾഡ് കപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ആഫ്കോണിൻ്റെ ഫൈനൽ ബഹിഷ്കരിച്ചാൽ സെനഗലിന് വരാൻ പോകുന്ന സാങ്ഷൻ എന്തായിരിക്കും? വേൾഡ് കപ്പ് നഷ്ടമാകുമെന്ന കാര്യം ഉറപ്പാണ്. അത്രയും അദ്ദേഹം ചിന്തിച്ച് ടീമിനെ തിരികെ വിളിച്ചു, വീണ്ടും കളിച്ചു. ബാക്കി നടന്നത് ചരിത്രമാണ്. ബ്രാഹിം ഡയസിന്റെ പെനാൽറ്റി മെൻഡിയുടെ കയ്യിലേക്ക്. എന്ത് പനേങ്കേടോ, കഴിഞ്ഞില്ല. പിന്നീട് അവർ ഗോൾ അടിച്ചു വിജയിച്ചു കയറി സെനഗല്. കാവ്യനീതി പോലെ അവർ ചാമ്പ്യന്മാരായി. കളിക്ക് ശേഷം പറഞ്ഞു സാദിയോ മാനെ, ഞാൻ ചിന്തിച്ചത് ടീം ഒന്നടങ്കം എടുത്ത തീരുമാനമാണ് കയറി പോകാൻ. പക്ഷെ ഞാൻ ചിന്തിച്ചത് റഫറിമാർക്ക് തെറ്റുപറ്റാം, അത് വെച്ച് അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആളുകൾ ലോകം മുഴുവനും കാണുകയാണ് ഈ കളി, അവർക്ക് കളി കാണണം. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ടീമിനെ തിരികെ വിളിക്കാൻ, കളിക്കാൻ തീരുമാനിച്ചു എന്ന്. സാദിയോ മാനെ എന്ന മനുഷ്യൻ ഫുട്ബോൾ ലോകത്തിന് കാണിച്ചു തന്നു, ക്യാപ്റ്റൻ ആവാൻ, ലീഡർ ആവാൻ ഒരു ആംബാൻഡും വേണ്ട, അതിന് ഇങ്ങനെ ഒരു മനസ്സ് മതിയെന്ന്.